നമസ്കാരം, IUV വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ മേഘ. ഇന്ന് നമുക്കൊരു റവ ഉപ്പുമാവ് തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: സവോള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കടുക്, ഒരു തണ്ട് കറിവേപ്പില. ഇത് നന്നായി അരിഞ്ഞെടുക്കാട്ടോ. അടപ്പത്ത് നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്ന ഓയിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഡാൽഡ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം, ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പൊതുവെ പറയാറുണ്ട് ഓയിൽ കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്, ഒരു തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി തീരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള എന്നിവ ഇട്ട് നന്നായി വഴറ്റുക. ഒന്ന് വാടി വരുമ്പോ, ഇപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. വാടി വരുമ്പോ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു കപ്പ് റോസ്റ്റഡ് റവയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു കപ്പല്ല, 1.5 കപ്പ് റോസ്റ്റഡ് റവയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1.5 കപ്പ് റവയിലേക്ക് 4 ഗ്ലാസ്, ഇതുപോലെ 4 ഗ്ലാസ് വെള്ളം ആണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ വേറെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഞാൻ വേറെയാണ് സെപ്പറേറ്റ് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുത്ത് നന്നായി ചൂടാക്കാം. റോസ്റ്റഡ് റവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാത്ത റവയും ഉപയോഗിക്കാം. അപ്പൊ കുറച്ചും കൂടി സമയം, ഒരു 10-20 മിനിറ്റ് നിങ്ങളൊന്ന് ചൂടാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ റവ ചൂടാക്കാൻ വെക്കുന്നതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എനിക്ക് ഉപ്പിന്റെ അളവ് പറയാനാണ് കേട്ടോ ഒത്തിരി പ്രയാസമുള്ളത്. ഞാനൊരു കൈയളവാണ്. ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 1 ടീസ്പൂൺ ഉപ്പ് മതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ആണ് നമ്മൾ ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോഴേക്കും വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളം നമ്മൾ ചൂടാക്കിയ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നില്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം മുഴുവൻ വറ്റി ഡ്രൈ ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ ബീൻസ് ഒക്കെ ചേർക്കാം, വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. അതും നല്ലതാണ്, ഹെൽത്തി ആണ്. ഇത് ഞാൻ എങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഉപ്പുമാവിന്റെ പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.